Hello മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത സ്റ്റുഡൻസിന് നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞ് എഴുതാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാം ആണ് JEE എക്സാമും അതേപോലെ കീം എക്സാമും ഒക്കെ. ഇത് കൂടാതെയും എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ടാവും. കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കീം എക്സാമിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. ഇനി 2025 വരാൻ പോകുന്ന എക്സാംസിന്റെ ഫുൾ അപ്ഡേറ്റും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്, ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, ലേണിനോ എന്നുള്ള ഒരു ആപ്പും കൂടെ നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ ഓരോരോ വീഡിയോസിലായിട്ട് പറയുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ +2 സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ JEE എക്സാം ആണ്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ JEE നിങ്ങൾക്ക് അറിയാം, മെയിൻ എക്സാമും ഉണ്ട്, JEE അഡ്വാൻസ്ഡ് എക്സാം ഉണ്ട് അല്ലെ. അപ്പൊ JEE മെയിൻ എന്ന് പറയുന്നത് നമുക്ക് BE, BTech, BR, B പ്ലാനിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ NITസിലും IITസിലും അതേപോലെയുള്ള പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കൊക്കെ കുട്ടികളെ സ്റ്റുഡൻസിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി JEE മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രം എഴുതാനുള്ള എക്സാം ആണ് JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. JEE അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും IIT, IISc അതേപോലെ തന്നെ ISM, ധൻബാദ് തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയുള്ള UG എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ JEE അഡ്വാൻസ്ഡ് എക്സാം ക്ലിയർ ചെയ്യണം. അപ്പൊ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും JEE എക്സാം എഴുതുകയും അത് ക്ലിയർ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള ഒരു എക്സാം എന്ന് പറഞ്ഞാൽ UGEE എക്സാം ആണ്. UGEE എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ഒരു എക്സാം ഒരു 12 ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു BTechഉം അതേപോലെ മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് ബൈ റിസർച്ച് എന്ന് പറയുന്ന നമുക്ക് 2 ഡിഗ്രി നമുക്ക് ഒരുമിച്ച് എടുക്കാം ഈ ഒരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതിനുള്ള എൻട്രൻസ് എക്സാം ആണ് UGEE എന്ന് പറയുന്ന IIIT ഹൈദരാബാദ്. അപ്പോ ആ ഒരു എക്സാം UGEE എക്സാം ആണ്. ഒരു 12 ഡിഗ്രി പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ്. നെക്സ്റ്റ് വൺ ഈസ് BITSAT, ദാറ്റ് ഈസ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്. അതായത് ബിറ്റ്സ് പിലാനി, ബിറ്റ്സ് ഗോവ, ബിറ്റ്സ് ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് എഞ്ചിനീയറിംഗിന് നമുക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ BITSAT എക്സാം നിങ്ങൾ എഴുതി അതിൽ നമ്മൾ നല്ലൊരു റാങ്കിൽ വന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ടുള്ള 4 എക്സാംസ് നമ്മൾ കണ്ടു. ഇനി ഏതൊക്കെ എക്സാംസ് ആണെന്ന് നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് COMEDK, അതായത് കൺസോർഷ്യം ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡെന്റൽ കോളേജ് ഓഫ് കർണാടക. അത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതില് നമുക്ക് ഈ കർണാടക സ്റ്റേറ്റിൽ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാം നടത്തും COMEDK UGEE. അപ്പോ ആ ഒരു എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കർണാടക സ്റ്റേറ്റിൽ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സസിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് VIT-EEE, അതായത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. VIT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ VIT-EEE എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്ത് എക്സാം എഴുതണം. നെക്സ്റ്റ് നമുക്ക് കേരളത്തിലെ ക്വിസാറ്റിൽ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ക്വിസാറ്റിൽ വരുന്ന എക്സാം.
സോ ഈ എക്സാം എന്ന് പറയുന്നത് ക്യുസാറ്റിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് ലെവൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, ദാറ്റ് ഈസ് കീം എക്സാം. ഓക്കെ, കീം എക്സാമിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ മറ്റുള്ള പരീക്ഷകളെ കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിൽ ചിലത് നിങ്ങൾ കേട്ടതുണ്ടാവും, ചിലത് കേൾക്കാത്തതുണ്ടാവും. അപ്പൊ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ, അതായത് 2025 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മുതൽക്ക് തന്നെ പല പരീക്ഷകൾക്കുമുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അലേർട്ട് ആയിരിക്കണം. കൃത്യമായി ഓരോ പരീക്ഷകളും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കൃത്യമായി അതിന്റെ പ്രോസ്പെക്ടസ് കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അതിനുശേഷം ഒരുപക്ഷെ നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോരോ പരീക്ഷകൾ വരുന്നത്. അതായത് ഏപ്രിൽ മാസത്തിലായിരിക്കും പല എക്സാംസും വരെ. ഓൾറെഡി കീം എക്സാമിന്റെ ഒക്കെ ഡേറ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് എക്സാം എഴുതാം. മിക്കവാറും നമുക്ക് ഒരു വലിയ ചേഞ്ച് ഒന്നും സിലബസിൽ ഇല്ലെങ്കിലും ഓരോ പരീക്ഷകളുടെയും പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടാവും, ടോപ്പിക്സിൽ ഡിഫറൻസ് ഉണ്ടാവും. മെയിൻ ആയിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പരീക്ഷകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇപ്പൊ കീം എക്സാം ആണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക്, അതായത് KTയുടെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നമുക്ക് കീമില് മാർക്ക് വെച്ച് നമുക്ക് കയറാം. അത് കൂടാതെ നമ്മൾ ഓട്ടോണോമസ് കോളേജസിലേക്കാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള അഡ്മിഷൻ ആണ് നമ്മൾ കീം എക്സാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ കീമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട്, കീമിൽ നമുക്ക് ഇനിയും അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എക്സാമിനെ പറ്റിയും അതിന്റെ അഡ്മിഷനെ പറ്റിയും ഒക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.